ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ കെ ഫാമിലിയുടെ ഒരു എന്താ പറയുക ഒരു അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഓരോ ന്യൂസസ് ആണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ഒരു സൈഡിൽ കൂടി തന്നെ ഈ പറയുന്ന അമ്മാമ്മയുടെ, അതായത് സിന്ധുകൃഷ്ണയുടെ അമ്മയുടെ അമ്മ ഇവൻ ആ ഫാദറിനെ, ഹസ്ബൻഡിനെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. ഈ സിന്ധുകൃഷ്ണ തന്നെ എന്താ പറയണത് അത് സെൻഡ് ചെയ്തിട്ട് അതിനെ കുറിച്ച് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. ഇപ്പൊ എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയ കൃഷ്ണ, നിനക്കറിയാലോ, ഓമിക്കുട്ടന്റെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പൊ ഈ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇവര്, എനിക്ക് തോന്നുന്നു ഇവര് ആ ഡേയുടെ അന്ന് ഇവര് വീട്ടിലുണ്ടായിരുന്നില്ലായിരുന്നു. സോ ഇവര് എന്തോ മലേഷ്യയിൽ എങ്ങാണ്ട് പോയിരിക്കുന്നത്, ഈ അശ്വിനും ദിയയും കൂടി മലേഷ്യയിലാണ് അവർ പോയിരിക്കുന്നത്. അപ്പൊ മലേഷ്യയിൽ നിന്ന് വന്നിട്ട് ഉടനെയുള്ള ഒരു വ്ളോഗാണ്. ആ വ്ളോഗ് എന്ന് പറയുന്നത് ദിയയുടെ മകനായ ഓമിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആ ബർത്ത്ഡേക്ക് ഉള്ള ഒരു പാർട്ടി, ആ പാർട്ടി അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചെറിയൊരു വിഷ്വൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന പറയുന്നത് ഈ പറയുന്ന നമ്മുടെ എന്താ ഈ കൃഷ്ണകുമാറിന്റെ ഫാമിലീസ് മാത്രമേ ഉള്ളൂ. ഞാനത് സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഇങ്ങനെ നോർമലി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ട് പോയതേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചോട്ടോ, എന്താ ഇത് എന്തുകൊണ്ട് ഇതിനകത്ത് ഈ അശ്വിന്റെ എന്താണ് സിബ്ലിങ്സോ ഇവൻ എന്താ അച്ഛനോ അമ്മയോ അങ്ങനെ ആരും തന്നെ ഇല്ല അതിനകത്ത്. ആകെ ഉള്ളത് ഈ കെ ഫാമിലി എന്റെ ഗ്രൂപ്പ്, ഇവര് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ആ പിച്ചെടുത്ത് വളരെ ബോറായിട്ട് ഈ പറയുന്ന ഹാന സംസാരിക്കുന്നു, ഈ ഈശാന് പെരുമാറുന്നു, അങ്ങനെയുള്ള കുറച്ച് സംഭവം. ഇതൊന്നും ഞാൻ പറഞ്ഞല്ല, ഈ കമന്റ് ബോക്സ് നമുക്ക് നോക്കി തന്നെ അറിയാൻ പറ്റും. ഞാനത് നോർമലി വാച്ച് ചെയ്ത് പോയതാണ്. പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് വാച്ച് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന അശ്വിന്റെ ഫാമിലി ഉണ്ടല്ലോ, അവരാരുമില്ല. സാധാരണ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു ബർത്ത്ഡേ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അത് കൊച്ചിന്റെ ആദ്യത്തെ ബർത്ത്ഡേ, ഓൾറെഡി ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയാൻ നേരത്തെ അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും, ആ ഫാമിലീസിലെ എല്ലാവരും ഉണ്ടാവും. അത് ഒരു മാരേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് രണ്ട് ഗ്രൂപ്പ് ഓഫ് ഫാമിലി ഒന്നാവുക എന്നല്ലേ പറയുന്നത്. അപ്പം ആ ഒരു സംഭവമാണ് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ മലയാളികളല്ല, ഏതൊരു മാരേജ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് നമ്മുടെ കൾച്ചർ അതാണ്. ഇവിടെ നോക്കാൻ നേരത്തെ ഈ പറയുന്ന അശ്വിന്റെ ഫാമിലിപ്പെട്ട ഒരാൾ പോലും ഇല്ല. എന്താണ് അവിടെ അശ്വിന്റെ റോൾ എന്ന് ഞാൻ സത്യം വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് പോലും തോന്നില്ല അദ്ദേഹത്തിന്റെ വീട്ടുകാരെ വിളിക്കാനായിട്ട്. പാരന്റ്സ് ഇത്തിരി ഓൾഡ് ആയതാണോ എന്താ നമുക്ക് മനസ്സിലാവുന്നില്ല. അവരാരും അതിനകത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര പാവമായിട്ടുള്ള ഒരു പുള്ളിയായിരുന്നു. ഒന്നിനും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ അറിയില്ല. എന്തായാലും നമുക്ക് അതിനകത്ത് ഒരുപാട് കമന്റ്സ് പോയിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന ഇഷാനി അപ്പച്ചീനെ ഒന്ന് മാറ്റി നിർത്തുന്നു, അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോന്ന് വെച്ചാൽ മുഖമൊക്കെ ഒരു വേറെ രീതിയിൽ. അപ്പച്ചി എന്ന് പറയുമ്പോൾ അറിയാലോ, സിന്ധുകൃഷ്ണയുടെ വീട്ടിലെ ഇവിടെ അവിടെ ഒരു ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ആരാണ്, ഈ പറയുന്ന അപ്പച്ചിയാണ്. നീ സിന്ധുകൃഷ്ണനെ പറയുന്നുണ്ട്, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, എല്ലാം അപ്പച്ചിയാണ് നോക്കണത്. സിന്ധുകൃഷ്ണയ്ക്ക് ഈ 4 മക്കളുടെ പുറകെ നടക്കാൻ മാത്രമേ സമയമുള്ളൂ, അല്ലാതെ ഫുഡിന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. അതെല്ലാം നോക്കണം അപ്പച്ചിയാണ്. അപ്പച്ചി എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടില് പണ്ട് മുതലുള്ള ഒരാണ്. അവര് ഭയങ്കര ഈ അഹാനയുടെ വ്ളോഗിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരെ ഉണ്ടാക്കുന്ന ഓരോ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ അപ്പച്ചി ഉണ്ട് ബർത്ത്ഡേക്ക്, പക്ഷെ അപ്പച്ചിനെ ഒരുമാതിരി മാറ്റി നിർത്തുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ അവർ ഒബ്വിയസ്ലി ഇങ്ങനെ പറഞ്ഞു പോയതായിരിക്കാം. പക്ഷെ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എയറില്ല, ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കണം അല്ലെ. ആദ്യം ഹൻസിക, ദിയ ഓൾവേസ് ഉള്ളതാണ്. എന്താണ് ദിയ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ ഇതിനകത്ത് തന്നെ കാണുമ്പോഴത്തേക്കും ആ ഒരു ഇതിൽ നോക്കുമ്പോഴത്തേക്കും ദിയ എപ്പോഴും ഒരു അഹങ്കാരം പറച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓൾറെഡി ദിയ ഒന്ന് കയറി എന്നിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. മറ്റേ വഴി കൂടി പോണവരാരും എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ, അതായത് അശ്വിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ. പിന്നെ രണ്ടാമത് ഹൻസിക മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ വന്നിട്ട് അതിലൊന്ന് വൈറലായിട്ട് ഒന്ന് താഴെ ഇറങ്ങി വന്നോളൂ ആ പെൺകുച്ചി. അത് കഴിഞ്ഞപ്പോൾ അഹാനയും വിത്ത് അമ്മൂമ്മയായിട്ട് വന്നിട്ട് നേരലെ ഇപ്പൊ ഇപ്പോഴാണെങ്കിൽ അമ്മുവിനെ പോലെ ഒരു കുട്ടിയെ എല്ലാ വീട്ടിലും വേണോ എന്നൊരു ചോദ്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിലോട്ടെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോരുത്തരും ഓരോരോ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ വീണ്ടും ദിയ കൃഷ്ണ വീണ്ടും വന്ന് അവരെ എല്ലാവരും രക്ഷിക്കാനായിട്ട് വീണ്ടും വന്ന് പെട്ടേക്കണേന്ന് പോലെ തോന്നുന്നു നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേക്ക് ഈ പറയുന്ന അശ്വിന്റെ ഫാമിലീസ് ഇല്ല. അപ്പൊ അന്ന് നമുക്ക് ആ കമന്റ്സ് ഒന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒരു കമന്റ് വന്നിരിക്കുകയാണ്, എന്താ അപ്പിച്ചി ആ ഫാമിലിയിൽ ഉള്ളതല്ലേ. അതായത് അപ്പിച്ചിനെ അവിടുന്ന് മാറ്റി നിർത്തുന്ന ഒരു വിഷ്വലൊക്കെ കാണിക്കുന്നുണ്ട്, ഒരു വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്, അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതാണ് അങ്ങനെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. പിന്നെ ചോദിക്കണേ അശ്വിന്റെ ഫാമിലി എന്തെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അപ്പിച്ചി ഫുഡ് ഉണ്ടാക്കാൻ മാത്രം മതിയല്ലേ, അതൊക്കെ ആ പേളിമാണിയുടെ ഫാമിലി, അവരെ കണ്ടു പഠിക്കും. അഴക ഫാമിലി എന്താണ് നമ്മുടെ പേളിമാണിയുടെ ഫാമിലിനെ കുറിച്ച് പറയണേ അടുത്തൊരു കമന്റ്. പിന്നെ എല്ലാവരും കൂടുതൽ പേരും ചോദിക്കുന്നത് അശ്വിൻ ഫാമിലി എന്തേ എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും തന്നെ ചോദിക്കുന്നത്. ഒരു കമന്റ് ആണ്, ഓൾറെഡി ദേ ടുക്ക്
took so much photos like family. Sisters only and only with that baby like so much. At least കേക്ക് കട്ട് ചെയ്യുമ്പോൾ വന്ന് നിന്നയാളോട് അവിടെ പോയിരിക്കാൻ പറയുന്നത് ഇൻസൾട്ടിങ് ആണ്. അതായത് അപ്പച്ചി അവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും ഈ പറയുന്ന ഈശാനെ ആണെങ്കിലൊക്കെ പറയുന്നുണ്ട് അവിടെ പോയിരിക്കുക എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനാണ് ഇവർ പറയുന്നത് ഇഫ് ഐ ആം ഇൻ ദിസ് സിറ്റുവേഷൻ ഐ ഫീൽ ബാഡ്. എന്നാൽ പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ബേബി ആൻഡ് ഹിസ് മാം ആൻഡ് ഡാഡ് അവിടെ നിൽക്കാലോ. അങ്ങനെയാണെങ്കിൽ ബേബി ആൻഡ് ബേബിയുടെ അതായത് ഓമയും ദിയയും അശ്വിനും മാത്രം അവിടെ നിന്നാൽ പോരെ, ബാക്കി എല്ലാവർക്കും അവിടെ പോയി ഇരുന്നാൽ പോരെ എന്ന രീതിയിലാണ് ഒരാൾ കമന്റ് പറഞ്ഞിരിക്കുകയാണ്. ഇനി അപ്പച്ചി മാത്രമേ അമ്മുമ്മ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? അതായത് അപ്പച്ചി മാത്രമാണ് അമ്മുമ്മയായിട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്തൊരാൾ ചോദിച്ചിരിക്കണം, സത്യത്തിൽ അശ്വിൻ നിങ്ങളുടെ റോൾ എന്താണ്? നിങ്ങളുടെ കൂടി കുട്ടി അതിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ, അപ്പൊ നിങ്ങളുടെ പാരന്റ്സ് കൂടെ വേണ്ടേ അവിടെ? ഒരാൾ ചോദിച്ചിരിക്കുകയാണ്. പിന്നെ സീരിയസ്ലി അശ്വിൻ മുള്ളിൽ ചവിട്ടി നിൽക്കുന്നത് പോലെ ഉണ്ട്, ശ്വാസം മുട്ടി. അശ്വിൻ വെറും ഒരു പാവം മാത്രമായിപ്പോയി. അശ്വിന്റെ ഫാമിലിയെ വിളിച്ചില്ല. അശ്വിന്റെ അമ്മയെയും അച്ഛനെയും വിളിക്കാമായിരുന്നു. ഓമിയുടെ കുട്ടിയുടെ പിറന്നാളിന് ഇതുപോലെ ദിയയും ഫാമിലിയും ഉണ്ടാകില്ല. അപ്പോൾ അറിയാം ഇതിന്റെ വിഷമം എങ്ങനെ. അഹങ്കാരമുള്ള ഒരു ഫാമിലിയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവരുടെ ബ്ലോഗ് കാണാൻ ഇതോടെ നിർത്തി. ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് മനസ്സിലായല്ലോ. ഓമിയുടെ കുട്ടിയുടെ അതായത് ഓമിക്ക് ഉണ്ടാവുന്ന കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഇതുപോലെ തന്നെ ഈ പറയുന്ന ദിയേനെയും അശ്വിനെയും വിളിക്കില്ല. അപ്പോൾ മനസ്സിലാവും അവർക്ക് ഇതിന്റെ പെയിൻ എന്നാണ് ഇവർ പറയുന്നത്. സത്യമല്ലേ? ഇത് അപ്പൊ ആ ഒരു സബ്സ്ക്രൈബർ ആണ് പറയണത് ഇനി ഞാൻ നിങ്ങളുടെ വീഡിയോ കാണില്ല, ഇതോടെ നിർത്തി. അങ്ങനെയുള്ള ഒരുപാട് കമന്റ്സ് ആട്ടോ, ഭയങ്കര ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് ആണ് വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാത്തിനും പറയണം വളരെ മോശമായി പോയി, അപ്പച്ചിയെ മാറ്റി നിർത്തി. ഈ കുടുംബത്തിലെ വില്ലത്തി അഹാനയാണ്. അഹാനെ കുറിച്ചാണ് കൂടുതലും പറയുന്നത്. കാരണം വെച്ചാൽ ഓൾറെഡി ഇവരുടെ ഫാമിലിനെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുൾ ആയിട്ടൊന്ന് ഇവൻ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, എന്താണ് അവിടെ നടത്തുന്നത്. ഞാൻ ഫസ്റ്റ് ശ്രദ്ധിച്ചെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, അശ്വിന്റെ ഫാമിലി അവിടെ ഇല്ല. കൊച്ചിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, അശ്വിന്റെ ഫാമിലി അവിടെ ഇല്ല, ഒറ്റ മെമ്പേഴ്സ് പോലും ഇല്ല. പിന്നെ അപ്പിച്ചിനെ മാറ്റി നിർത്തുന്നത്. പക്ഷെ അതത്ര ഒരു സീനാക്കി എടുത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അഹാനെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം അഹാൻ ഇത്രയും നാളും ഒരു നല്ലൊരു അതായത് നല്ലൊരു പ്രതിബിംബം ഉണ്ടാക്കി വെച്ചിരിക്കണായിരുന്നു നമ്മുടെ ജനങ്ങൾക്കിടയിൽ. ഇപ്പൊ ആ പ്രതിബിംബമൊക്കെ അമ്മമ്മയുടെ കേസ് വന്നപ്പോൾ അതെല്ലാം ഉടഞ്ഞ് തരിപ്പണമായി പോയി. അത് വെളുപ്പിക്കാനായിട്ട് സിന്ധുകൃഷ്ണൻ ഒരുപാട് നോക്കിയിട്ടാണ് അതൊന്നും നടക്കുന്നില്ല. അവിടെയൊക്കെ സത്യം പറഞ്ഞ നെഗറ്റീവ്സ് ആണ് ഇവർക്ക് വീണോണ്ടിരിക്കുന്നത്. ഒരാൾ കമന്റ് ഇട്ടേക്കാണ്, വളരെ മോശമായി പോയി അപ്പിച്ചയെ മാറ്റി നിർത്തിയത്. ഈ കുടുംബത്തിലെ വില്ലത്തി അഹാനയാണ്. കുറെ പണവും വിദ്യാഭ്യാസവും ഇംഗ്ലീഷും ഉണ്ടായിട്ട് കാര്യമില്ല. പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം. ഇന്നൊരു സമയം വസന്തയോ അപ്പച്ചയോ, നാളെ ഒരു സമയം സിന്ധുവോ കൃഷ്ണകുമാറോ ആയിരിക്കും. ഒരാൾ കമന്റ് ഇട്ടിരിക്കണാണ് കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇവര് കാണിക്കണ. സത്യം പറഞ്ഞാൽ വളരെയധികം തെണ്ടിത്തരം. അതുപോലെ മറ്റൊരു കമന്റ് ആണ്, അശ്വിൻ മോനെ ചോദിച്ചല്ലോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന്. തീരെ ഇഷ്ടപ്പെട്ടില്ല. നിനക്കും ഇല്ലേ ഒരു ഫാമിലി? അവരെ ആരെയും കണ്ടില്ലല്ലോ, അവരുടെയും കൊച്ചുമോൻ അല്ലേ അത്, കഷ്ടം എന്നൊക്കെ പറയണതാണ്. എന്തൊക്കെ കമന്റ്സ് വന്നാലും ഇവർക്ക് ഇതിനെല്ലാത്തിനും ഒരു ന്യായം ഉണ്ടാവും. എന്തായാലും ഇതിനൊരു ന്യായമായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ വന്ന് ഈ പറയുന്ന ഫാമിലിയും വന്ന് പറയും, അതല്ലെങ്കിൽ ഈ ദിയ തന്നെ വന്ന് പറയും, അത് ഉറപ്പുള്ള കാര്യമാണല്ലോ. അടുത്തൊരു കമന്റ് ആണ്, ഈ അഹാന അമ്മിച്ച് ഏതൊരു സ്ത്രീയാണ്, അഹങ്കാരം, ഇതിനൊക്കെ എങ്ങനെ ഒരു ഫ്യൂച്ചർ ലൈഫ് കിട്ടും? ഇപ്പൊ എല്ലാരും കൂടി അഹാനെ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വറുത്ത് കോരിക്കൊണ്ടിരിക്കണ കേട്ടോ. അതാണ് സംഭവം സത്യം പറഞ്ഞാൽ. മറ്റൊരു കമന്റ് ആണ്, ഒരു കാര്യം ചോദിക്കട്ടെ, ഓമി ദിയയുടെ അച്ഛന്റെ കൂടെ ബോണ്ടിങ് ആണ് എന്നൊക്കെ പറഞ്ഞു കേക്ക് കട്ട് ചെയ്യിപ്പിച്ചിട്ട് ഒട്ടും ശരിയായില്ല. അശ്വിനാണ് ഓമിയുടെ ഫാദർ. ഇതുപോലെ അശ്വിന്റെ വീട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിച്ചെങ്കിൽ ഓസി ഇപ്പോൾ അശ്വിൻ നിന്നെ പോലെ സൈഡായി നിൽക്കുമായിരുന്നു. വലിയ കാര്യത്തിൽ ഹസ്ബൻഡ് വീട്ടുകാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, ഭാര്യയ്ക്കും മക്കൾക്കും വേണം എന്നൊക്കെ സ്റ്റാറ്റസ് ഇടുമല്ലോ, അത് അങ്ങോട്ടും ബാധകമാണ്. ഇടയ്ക്കൊക്കെ ഓർത്തോ? എനിക്ക് തോന്നുന്നത് അശ്വിൻ എല്ലാം സഹിച്ച് പെട്ടുപോയ അവസ്ഥയിൽ നിൽക്കുവാണെന്നാണ്. അടുത്തൊരു കമന്റ് ആണ്, അശ്വിൻ എന്തിനായിരുന്നു അയാളെ ഇതുപോലെ ഒരമ്മ പ്രസവിച്ച് വളർത്തിയത് കൊണ്ടല്ലേ നിങ്ങൾക്ക് അയാളെ കിട്ടിയത്? ഒരുപാട് കമന്റ്സ് ഉണ്ട് കേട്ടോ. സോ നെഗറ്റീവ്സ്, ഫുൾ നെഗറ്റീവ്സ് കമന്റ് ആയ ഈ പറയുന്ന ഫുൾ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഫുൾ നെഗറ്റീവ്സ് ആയിട്ടുള്ള കമന്റ്സ് ആണ്. സോ ഈ പറയുന്ന എന്താണ് ഓസി വന്നിട്ട് അതായത് ദിയാകൃഷ്ണൻ വന്നിട്ട് ഒരു കമന്റ് വന്ന് പിൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ. അപ്പിച്ചയെ മാറ്റി നിർത്താൻ പറഞ്ഞതിനെ വിമർശിക്കുന്ന എല്ലാവരോടും നിങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷത്തിൽ നിങ്ങളുടെ സഹോദരിയും അടുത്ത കുടുംബങ്ങളും മാത്രമുള്ള ഒരു കുടുംബചിത്രം നിങ്ങൾക്ക് വേണ്ടേ? ഇത് അനാവശ്യമായ ഒരു പരിഹാസമാണ്. നിങ്ങൾക്ക് ഒരാളെയോ അവർ പറഞ്ഞതോ ചെയ്തതായോ എന്തെങ്കിലും ഇഷ്ടമല്ല എന്നതുകൊണ്ട് മാത്രം അവർ ചെയ്യുന്ന എല്ലാം തെറ്റല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായി ഒന്നും പറയാൻ ഇല്ലാത്തപ്പോൾ ഒന്നും പറയാതിരിക്കുക. അതായത് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹാനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ദിയ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അതായത് ഫാമിലിയിലെ എല്ലാവരും ഉള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഫാമിലി എന്ന് പറയുന്ന അതായത് ഇവര് 4 മക്കളും പിന്നെ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ, ആ ടീമിനെ ഫുള്ളായിട്ട് ഒരു ഫോട്ടോ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? ആ സംഭവമാണ് ഈ കമന്റോളി പറയുന്നത്. അവര് പറയണതാണ് നിങ്ങൾക്ക് ഒരാളെയോ അവർ പറഞ്ഞതോ ചെയ്തതോ ആയ എന്തെങ്കിലും ഇഷ്ടമല്ല എന്നതുകൊണ്ട് മാത്രം അവർ ചെയ്യുന്നതെല്ലാം തെറ്റല്ല. അതായത് അഹാന എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതോ അതോ ചെയ്തതോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നും വിചാരിച്ച് അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റല്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായി ഒന്നും പറയാൻ ഇല്ലാത്തപ്പോൾ ഒന്നും പറയാതിരിക്കുക എന്നാണ് കമന്റ്സോളിലൂടെ ഈ കമന്റ്സ് ആളൊന്ന് പറഞ്ഞിരിക്കുന്നതാണ്. സംവേദ് കി മോം അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്.
ആരാണെന്ന് അറിയത്തില്ല. സോ അതിന് ആ കമന്റ് കൊണ്ട് ഈ പറയുന്ന ദിയാകൃഷ്ണ വന്ന് പിൻ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പച്ചി എന്ന് പറഞ്ഞ വിവാഹം ഒന്നും കഴിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. പുള്ളിക്കാരി ഫുൾ ടൈം അവരുടെ വീട്ടിലെ ആ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കി അവിടുത്തെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി കഴിയുന്ന ഒരാളാണ് ഈ അപ്പച്ചി എന്ന് പറയുന്നത്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ആ ഫാമിലി. അപ്പൊ അപ്പച്ചിനെ അങ്ങോട്ട് മാറ്റി നിർത്താൻ എത്തി വ്ളോഗിങ്ങിലൂടെയൊക്കെ നമ്മളൊക്കെ കണ്ടു പരിചയതുകൊണ്ട് തന്നെ അവരങ്ങ് മാറ്റി, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ഒരാളെ അങ്ങ് മാറ്റി നിർത്തുമ്പോഴത്തേക്കും അതൊരു സങ്കടമാവത്തില്ലേ? അപ്പൊ അതാണ് ഇവിടെ എല്ലാവരും വന്ന് ചോദിച്ചത്. കാരണം അപ്പച്ചിയുടെ പല വീഡിയോസ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടും എന്താ പറയുക, ഭയങ്കര പാവമായിട്ടൊരു അമ്മ, അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയേക്കണം. അതേപോലെ തന്നെ എല്ലാവർക്കും തോന്നിയിരിക്കുന്നത്. കാരണം ആ ഒരു കുടുംബത്തിന് വേണ്ടി ഫുള്ളായിട്ട് ടോട്ടലി അവരങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത്. ഈവൻ ഈ അഹാന എന്നെ പറയുന്നുണ്ട്, അഹാനയുടെ അമ്മ കിച്ചണിൽ കയറി അമ്മ ഫുഡ് ഉണ്ടാക്കണ പുള്ളിക്കാരി അധികം കണ്ടിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ അമ്മ ഓരോ ഏജിലും അഹാന നോക്കാൻ നേരത്തെ അമ്മ എപ്പോഴും പ്രഗ്നന്റ് ആണ്. സോ അതുകൊണ്ട് അഹാന ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. പകരം ഈ അപ്പച്ചി ഉള്ളതുകൊണ്ടാണ് ഇവര് ഭക്ഷണം കഴിച്ചു പോയേക്കുന്നത്. നീ പറയുന്ന അഹാന തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ സോ അതാണ് എല്ലാവരും, കാരണം ആ വീടിന്റെ അത്രയും ഇമ്പോർട്ടന്റ് ഉള്ള ഒരാളാണ് ഈ അപ്പച്ചി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ അപ്പച്ചീനെ മാറ്റി നിർത്തിയത് എല്ലാവർക്കും, അതായത് പ്രേക്ഷകർക്ക് ആർക്കും അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ അവരുടെ ഒരു അവരുടെ തോന്നൽ അവരങ്ങ് പ്രകടിപ്പിക്കുക ചെയ്തത്. പിന്നെ അശ്വിന്റെ ഫാമിലിനെ എന്തൊക്കെ വന്നാലും അതിനെനിക്ക് യോജിക്കാൻ കഴിയത്തില്ല. ഒഴിവാക്കി നിർത്തിയത് വളരെയധികം തെറ്റായ ഒരു കാര്യമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം നമ്മുടെ വീട്ടിൽ ആദ്യത്തെ ആദ്യത്തെ കുഞ്ഞിനെ ആ കൊച്ചിന്റെ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ എല്ലാ ഫാമിലിയും കൂടി ഒരുമിച്ച് നിർത്തി ആഘോഷിക്കേണ്ട ഒരു പാർട്ടിയാണത്. ആ വൈബിനെ ഇവരുടെ KKN ഫാമിലി ആയിട്ട് മാത്രമായിട്ട് ഒതുക്കി കളഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്കാണെങ്കിൽ വിഷമം വരും. ഈവൻ എന്റെ മക്കൾക്ക് ഒരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിന്റെ ബർത്ത്ഡേ എന്നെ മാറ്റി നിർത്തിയിട്ട് എന്റെ ഫാമിലിനെ മാറ്റി നിർത്തി അവരുടെ ബർത്ത്ഡേ അങ്ങ് ആഘോഷിക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ? എന്തൊരു ചടങ്ങാണ്, വിഷമം ഉണ്ടാവില്ലേ? അപ്പൊ ആ ചെയ്യുന്നത് തെറ്റായ ഒരു കാര്യം തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ആ ഫാമിലിനെ അറ്റ്ലീസ്റ്റ് ഈവൻ ശരി, ഓക്കെ, പ്രായമുള്ളത് കൊണ്ട് ഈ പറയുന്ന അശ്വിന്റെ അമ്മയ്ക്ക് വരാൻ പറ്റില്ല, അച്ഛന് വരാൻ പറ്റില്ല, ഓക്കെ, സമ്മതിക്കാം. പക്ഷെ ആ വീട്ടില് അശ്വിന്റെ സിബ്ലിങ്സ് ഉണ്ടല്ലോ, അശ്വിന്റെ സിബ്ലിങ്സിനെ കൊണ്ടുവരാലോ. ഈ പറയുന്ന ദിയ തന്നെ വാതോരാതെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിന്റെ ഫാമിലി എനിക്ക് ചെയ്തു തരുന്ന വലിയൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ 1-2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവരുടെ ഫ്ലാറ്റ് ഉള്ളത്. അതായത് അശ്വിന്റെ വീടും ഈ പറയുന്ന ദിയയും അശ്വിനും കൂടി താമസിക്കുന്ന ഫ്ലാറ്റ് ഉള്ളത് 1-2 കിലോമീറ്റർ. അപ്പൊ ഡെയിലി ഈ അമ്മയാണ് ഈ അശ്വിന് ദിയക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തു വിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഉപകാരമാണ് എന്നാണ് ദിയ വന്ന് പറഞ്ഞു. നമ്മുടെ വീഡിയോസിലൂടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു അമ്മേനെയും ആ ഒരു ഫാമിലിനെയും എന്തൊക്കെ വന്നാലും ഈ ബർത്ത്ഡേക്ക് ഒന്നും വിളിക്കാതിരുന്ന വളരെയധികം മോശമായി പോയെന്ന് ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അതിനോടൊന്നും യോജിക്കാൻ സാധിക്കത്തില്ല. പിന്നെ ഇതുപോലത്തെ കുറെ കമന്റ്സ് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ ദിയ പറഞ്ഞ കമന്റ്സ് അങ്ങ് പിൻ ചെയ്തിട്ടുള്ള ദിയ, അങ്ങനെ കുറെ കമന്റ് പിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിനോട് അങ്ങനെ കമന്റ്സ് പറയുന്നവരോടൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റ് കാണുമ്പോഴത്തേനും അതിനെ ചൂണ്ടിക്കാണിച്ചെന്ന് പറഞ്ഞിട്ട് ഇവർ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ കമന്റ്സ് ഇടാനുള്ള അധികാരമുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്തായാലും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന ദിയ ഒരു ന്യായീകരണമായിട്ട് ഇതിനു വേണ്ടി വരും. അശ്വിന്റെ അമ്മയ്ക്ക് അവിടെ പോയിരുന്നോ, അല്ലെങ്കിൽ അശ്വിന്റെ അച്ഛൻ ഇവിടെ പോയിരുന്നോ, അവർക്ക് സുഖമില്ലായിരുന്നോ, അതല്ലെങ്കിൽ സിബ്ലിങ്സ് ഇവിടെ ഇല്ലായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പല ന്യായങ്ങളും എന്ന് പറയും. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അശ്വിന്റെ അവസ്ഥ ഓർക്കാൻ നേരത്ത് നമ്മുടെ വീട്ടിലെ ആണുങ്ങളൊക്കെ ഇങ്ങനെയാണോ ജീവിക്കുന്നത്? എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ കണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണുങ്ങളെന്നല്ല പറയേണ്ടത്, ഇപ്പൊ ഇവൻ ഒരു ലേഡി ആണെങ്കിലും അതായത് ഒരു ഭാര്യയാണെങ്കിലും ഭർത്താവിന് അവരവർക്കൊരു വില വേണം. ഒരു സ്വന്തമായ ഒരു വില ഉണ്ടെങ്കിൽ ആ ഒരു അവിടെ വീട്ടിലൊരു നിലനിൽപ്പുണ്ടാവുള്ളൂ. ഇത് ഒന്നുമില്ലാതെ ആ പെണ്ണിന്റെ പുറകെ തൂങ്ങി പിടിച്ചോണ്ട് കുറെ യൂട്യൂബിൽ നിന്ന് കുറെ വരുമാനം കിട്ടും, കുറെ മറ്റേ ലക്ഷറി ആയിട്ട് കുറെ പ്രോഡക്റ്റ് വിട്ടാലും അതിന്റെ വരുമാനം കിട്ടും എന്നും പറഞ്ഞിട്ട് പിന്നെ എന്താ ഒരു വലിയൊരു ഫാമിലിനെ കിട്ടി എന്ന് കഴിഞ്ഞ ദിവസമൊക്കെ അശ്വിം എന്ന് പറയുന്നുണ്ടായിരുന്നു, മോദിജിയുടെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അത് ഈ ദിയയുടെ ഫാമിലിയായിട്ട് വന്നുകൊണ്ടാണ് എനിക്ക് ആ ഗുണം, എനിക്ക് ആ ഒരു ഇത് ആ ഭാഗ്യം എനിക്ക് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അശ്വിൻ. അതൊക്കെ നല്ല കാര്യം തന്നെ, ആ ഫാമിലിനെ പുകഴ്ത്തി പറയുന്നതൊക്കെ നല്ല കാര്യം തന്നെ. സോ പക്ഷെ എന്തായാലും എന്താ പറയുക, നമ്മളെ അടിച്ചമർത്തി നമ്മളെ താഴ്ത്തി അങ്ങനെയൊക്കെ ഒരു എന്താ പറയണത്, അങ്ങനെയൊക്കെ ജീവിക്കുന്ന കൂട്ട് തോന്നണം ഈ അശ്വിൻ, അല്ലെ? നമുക്ക് കാണുന്ന വ്യൂവേഴ്സിന് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ പുള്ളിക്കാരൻ അവിടെ യാതൊരു വിലയും ഇല്ലാത്ത രീതിയിൽ ഈവൻ എന്റെ അമ്മായിമ്മൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, ഭാര്യയുടെ വീട്ടിൽ പോകുന്ന നേരത്ത് മരുമകന് രാജാവിനെ പോലെ നോക്കണം എന്നൊക്കെ എന്നുള്ള രീതിയിലൊക്കെ എന്റെ അമ്മായിമ്മയൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ വില കൊടുക്കണ്ട. ഇത് അശ്വിന്റെ ഫാമിലിനെ ഒരു വില കൊടുത്തിട്ടില്ല. ഈ അശ്വിൻ തന്നെ ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. ആർക്കും തന്നെ അപ്പൊ ഒരാൾ കമന്റ് പറഞ്ഞിട്ടില്ല, ആർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ല മോനെ. കാരണം സ്വന്തം അമ്മേനെ മാറ്റി നിർത്തിയിട്ട്, സ്വന്തം വീട്ടുകാരെ മാറ്റി നിർത്തിയിട്ട് ഇതുപോലെയുള്ള ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഇങ്ങനെ ഇഷ്ടപ്പെടും. അപ്പൊ ഇത് എന്റെ അഭിപ്രായമാണ്. ഞാൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. പിന്നെ നെഗറ്റീവ് കമന്റ്സ് വരുന്നവരുടെയൊക്കെ സ്വാഗതം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയയ്ക്കും ഈ പറയുന്ന KK ഫാമിലി ആൻഡ് ഗ്രൂപ്പിന് ഭയങ്കര ഒരു ഫാൻസ് ആണെന്നറിയാം. സത്യം പറഞ്ഞാൽ എന്റെ ഒരു സെൽഫ് ആയിട്ടുള്ള എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. ഈ അഹാനയുടെ ഈ പ്രശ്നത്തിലൊക്കെ സത്യം പറഞ്ഞാൽ KK കൃഷ്ണകുമാർ ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമന്റ് ചെയ്തോളൂ. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. പിന്നെ വീഡിയോ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പൊ ടാറ്റാ.